പശ്ചിമ ബംഗാളിലെ കുപ്രസിദ്ധ മുഖ്യമന്ത്രി എന്ന് തന്നെ വിളിക്കണം. കാരണം സുപ്രീം കോടതിയാണ് അത് പറഞ്ഞത്. മമതാ ബാനർജിയുടെ ക്രിമിനൽ നീക്കങ്ങൾ അത്ര നല്ലതല്ല. സുപ്രീം കോടതി പരാമർശങ്ങൾ തൊട്ട് പിന്നാലെ സംസ്ഥാനത്തെ മുസ്ലിം സമുദായത്തിൽ വലിയൊരു വിഭാഗം ഇപ്പോഴിതാ മമതയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം അവർ BJPക്ക് അനുകൂലമാണ് എന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവർ എതിർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു വിഭാഗം മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് പണി കൊടുക്കുമെന്നാണ് ഇപ്പോൾ AIIM അധ്യക്ഷൻ അസുദ്ദീൻ ഉവൈസി നടത്തുന്ന ഭീഷണി. ഉവൈസി പല കാര്യത്തിലും വിവാദ പുരുഷനാണ്. ഉവൈസി ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു കടുത്ത ലക്ഷ്യം ഉണ്ടെന്ന് ഉറപ്പാണ്. ഉവൈസിക്കൊപ്പം ഒരു നടക്കാത്ത സ്വപ്നവുമുണ്ട്. പശ്ചിമ ബംഗാളിൽ മുസ്ലിം ഭരണം വരണം. തൊട്ടടുത്ത് ബംഗ്ലാദേശ് ആയതുകൊണ്ട് അവിടെ നിന്നും രാഷ്ട്രീയ സാമ്പത്തിക സഹായം ഉവൈസിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ബംഗ്ലാദേശിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് റോഡ് പാതകൾ അടച്ചുപൂട്ടി കേന്ദ്ര സർക്കാർ ബംഗാളിനെ ബംഗ്ലാദേശിൽ നിന്നും അങ്ങ് വേർപെടുത്തി. അതായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. അങ്ങനെ ആ സാമ്പത്തിക വരുമാനം അടഞ്ഞതോടെ അടുത്ത വഴി തേടുന്ന ഉവൈസി ബംഗാളിലെ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ മുസ്ലിം സ്ഥാനത്തേക്ക് മാത്രം വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ബംഗാളിൽ BJPക്ക് കടുത്ത ടാസ്ക് രണ്ടാണ്. ഒന്ന്, മമതയെ ഒതുക്കി നിലംപരിശാക്കുക. രണ്ട്, ഒവൈസിയുടെ വർഗീയ മുഖങ്ങളെ തകർത്തെറിഞ്ഞ് പുതിയൊരു BJP സർക്കാർ രൂപീകരിക്കുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉവൈസി കാട്ടുന്ന ശൗര്യത്തിനപ്പുറം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സീറ്റുകളൊന്നും ലഭിച്ചില്ല. എന്നാൽ ഇത്തവണ ആം ജനത ഉന്നതി എന്നൊരു പാർട്ടിയുമായിട്ടാണ് സഖ്യം. ഇത്തവണ തങ്ങൾ വൻ വിജയം നേടുമെന്ന് ഉവൈസി വീണ്ടും സ്വപ്നം കാണുന്നു. പശ്ചിമ ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെതിരെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ ഉവൈസി രൂക്ഷമായി വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. ബംഗാളിലെ മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായി മാത്രമാണ് മമതാ ബാനർജി അടക്കമുള്ള പാർട്ടികൾ ഉപയോഗിച്ചതെന്നും സമുദായത്തിന്റെ വികസനത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കഴിഞ്ഞ 50 വർഷമായി മുസ്ലിം സമുദായം കോൺഗ്രസിനും ഇടതു മുന്നണിക്കും TMCക്കും വോട്ട് ചെയ്തെങ്കിലും ഒന്നുമായിട്ടില്ല. അവരുടെ അവസ്ഥ മെച്ചപ്പെട്ടതേയില്ല. പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ തീരുമാനങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല. അവരുടെ യഥാർത്ഥ വികസനത്തിനായി ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഒവൈസിയുടെ പരിവേദനകൾ. ശരിയാണ്, മമതാ ബാനർജിക്കും പാർട്ടിക്കും ഇത്തവണ വലിയൊരു ആഘാതം നൽകുമെന്ന് ഉവൈസി വീണ്ടും ഭീഷണിപ്പെടുത്തും. ഉവൈസി ഇനി പറഞ്ഞ കടുത്ത വർഗീയത, അതിനപ്പുറം മറ്റൊരു വർഗീയ ധ്രുവീയ ലക്ഷ്യമിട്ടാണ് ഉവൈസിയുടെ ഈ നീക്കം. സാമ്പത്തിക വികസനം ഉറപ്പാക്കാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് നേതാക്കളെ തിരഞ്ഞെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഉവൈസിയുടെ നിലപാട്. അതെ, വളരെ വ്യക്തമാണ്. ആ നിലപാട് തന്നെയാണ് ഉവൈസി അടക്കമുള്ള മുസ്ലിം നേതാക്കൾ ഇത്തവണ സ്വീകരിക്കേണ്ടത്. ബംഗാളിലെ ജനസംഖ്യയുടെ 30% വരും മുസ്ലിങ്ങൾ. ഇതിൽ എത്ര പേർക്ക് സർക്കാർ ജോലിയുണ്ട്? വെറും 7% മാത്രം എന്നത് കണക്കുകളാണ്, യാഥാർത്ഥ്യമാണ്. ആരാണ് ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നത്? മമതാ ബാനർജി. അതിനു മുമ്പ് ആരായിരുന്നു? CPM. അപ്പോൾ മമതയും CPM-ഉം കോൺഗ്രസും ഒക്കെ ചേർന്ന് ബംഗാളിനെ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരിടമാക്കി മാറ്റിയിരിക്കുന്നതെന്ന് ഉവൈസി തന്നെ പറയണം. അതായത് ഉവൈസിയാണ് ഈ ബംഗാളിലെ മുസ്ലിങ്ങളുടെ സ്വയം പ്രഖ്യാപിത നേതാവ് എന്നും കൂടി ഓർക്കണം. അപ്പോൾ ഉവൈസി പറഞ്ഞാൽ കേൾക്കുന്ന ചിലരെങ്കിലുമുണ്ട്. ഒരിടത്തും ഉവൈസി BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ പറ്റി പറഞ്ഞിട്ടില്ല. കാരണം ഉവൈസിക്ക് പറയാനുള്ള അധികാരവുമില്ല, അവകാശവുമില്ല. കാരണം എന്തൊക്കെ അവകാശങ്ങൾ, അധികാരങ്ങൾ, ആനുകൂല്യങ്ങളൊക്കെയാണ് മമതയുടെ തൃണമൂലിൽ നിന്നും CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ ബംഗാളിലെ മുസ്ലിം ജനതയ്ക്ക് ലഭിക്കാത്തത്, അതൊക്കെ ഉറപ്പു നൽകുന്ന ഒരേ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ, BJP. എന്തായാലും ഉവൈസിയുടെ ഈ തൃണമൂലിനും കോൺഗ്രസിനും ഇടതിനുമെതിരുമൊക്കെയുള്ള ഈ ഒരു കടുത്ത രീതിയിലുള്ള ആ ഒരു പ്രതിഷേധം, അത് ഈ തെരഞ്ഞെടുപ്പിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന ആഹ്വാനം, ഇതൊക്കെ എങ്ങനെ വന്നാലും ഗുണം ചെയ്യുക BJP പാർട്ടിക്ക് തന്നെയാണ്. കാരണം മുസ്ലിം സമുദായം ബംഗാളിൽ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയും കാലം BJPയെ വർഗീയ കക്ഷിയുമായി അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ വർഗീയമല്ല, തങ്ങൾ മതേതരക്കാരാണെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന TMCയും ഒപ്പം CPM-ഉം കോൺഗ്രസും ഒക്കെ അവിടെ എന്താണ് ചെയ്തത്? മുസ്ലിം സമുദായത്തെ തിരിഞ്ഞു പോലും നോക്കിയില്ല. വെറും 7% പേർക്ക് മാത്രമാണ് സർക്കാർ സർവീസ് ജോലി എന്നതടക്കം ഗുരുതരമായ ചില ആഹ്വാനങ്ങളാണ്, ചില വെളിപ്പെടുത്തലുകളാണ് ഉവൈസി അടക്കം നടത്തുന്നത്. അപ്പോൾ ഇനി ബംഗാളിലെ മുസ്ലിം സമുദായത്തിന് നീതി വേണമെങ്കിൽ ഉവൈസി വിചാരിക്കണം, ഒപ്പം ആര് വിചാരിക്കണം? ബംഗാളിലെ ഇനി വരാൻ പോകുന്ന BJP സർക്കാർ തന്നെ തീരുമാനിക്കണം.